ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. ദെൻ നെക്സ്റ്റ് ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ കമ്പനീസ് കോമൺ സീലിന്റെ അണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സിന് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, ബോൺസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഡിബഞ്ചർ മേടിക്കുന്ന ആൾക്കാരനെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർ എന്നാണ് പറയുന്നത്. അവരെ നമ്മൾ ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഡിബഞ്ചേഴ്സിൽ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ അണ്ടർ കോമൺ സീൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ വന്നിട്ട് റീപേയ്മെന്റ്, അതായത് പ്രിൻസിപ്പളും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടാകും, സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടാകും. അവർ രണ്ടാളും തമ്മിലൊരു കോൺട്രാക്ട് ആണ്. ജനറലി ഇത് സെക്യൂർ ആണ്, നമുക്ക് ഒരു അസറ്റ്സിന്റെ രീതിയിലോട്ട് ഒരു സെക്യൂർഡ് ആണ്. അതേപോലെ തന്നെ ലോൺ ക്യാപിറ്റൽ എന്നുള്ള രീതിയിലോട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് ആണ്. ഓക്കെ, ദെൻ ഈ ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഷെയർസ് എന്ന് പറയുമ്പോൾ ഓൺഡ് ക്യാപിറ്റൽ ആണ്, പക്ഷെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ബോറോഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോണിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഷെയർസിനെ സംബന്ധിച്ചോളം നമ്മൾ പേ ചെയ്യുന്നത് ഡിവിഡൻഡ് ആണ്, ഇവിടെയോ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഷെയർസ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇയർ ടു ഇയർ വാരി ചെയ്യാം, പക്ഷെ ഡിബഞ്ചേഴ്സിൽ അങ്ങനെയല്ല, ഫിക്സഡ് ആണ്. പിന്നെ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് വന്നിട്ട് ഓൺലി, അതായത് പ്രോഫിറ്റ് എന്നുള്ളത് രീതിയിലോട്ട് മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് വന്നിട്ട് കമ്പനിയുടെ മാർക്കറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിലും നമ്മൾക്ക് കിട്ടാം. പ്രോഫിറ്റ് ആണോ അല്ലേ അതൊന്നുമല്ല, പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ വന്നിട്ട് ഷെയർ അൺസെക്യൂർഡ് ആണ്, പക്ഷെ ഡിബഞ്ചർ സെക്യൂർഡ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർ ആണ്, ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. ഷെയർ ഹോൾഡറിന് വോട്ടിംഗ് റേറ്റ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡറിന് വോട്ടിംഗ് റേറ്റ് ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കൈൻഡ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഒന്ന് വന്നിട്ട് രജിസ്ട്രേഷന്റെ ബേസിസിലാണ്. ഒന്ന് വന്നിട്ട് അതിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആണ്. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിബഞ്ചർ ആണ്. വിത്ത് നോളേജോടെ, കമ്പനിയുടെ നോളേജോടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ട്രാൻസ്ഫർ ഡീഡ് ഉണ്ടാകണം. ഓക്കെ, ദെൻ ബിയറർ ഡിബഞ്ചർ ആണെങ്കിൽ നമ്മൾക്ക് ഒരു മിയർ ഡെലിവറി ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, മിയർ ഡെലിവറിയാണ് നമുക്ക് വരുന്നത്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ മിയർ ഡെലിവറിയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് നമുക്ക് അത്രത്തോളം ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമില്ല. ദെൻ സെക്യൂരിറ്റിന്റെ ബേസിസിലാണെങ്കിൽ സെക്യൂർഡ് ഓർ മോർട്ടേജ് ഡിബഞ്ചർ ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് സെക്യൂർഡ് ആണ്. ഓക്കെ, കമ്പനിയിൽ തന്നെ സെക്യൂർഡ് ആണ്. ഒന്നില്ലെങ്കിൽ പെർട്ടിക്കുലർ ആവാം, അല്ലെങ്കിൽ അസറ്റ്സിന്റെ ബേസിസ്. ഇതിന് വന്നിട്ട് അത്രത്തോളം ഒരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ ആണെങ്കിൽ റെഡീമബിൾ ഡിബഞ്ചർ ആണ്. റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം നമ്മൾക്കത് ലംസമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ റിഡീം ചെയ്തെടുക്കാൻ പറ്റും. ഇറെഡീമബിൾ ആണെങ്കിൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റത്തില്ല, ലൈഫ് ടൈം വരെ ഡിബഞ്ചർ ഉണ്ടാവും. ഓക്കെ, ദെൻ കൺവേർട്ടബിലിറ്റി ആണെങ്കിൽ, കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണെങ്കിൽ ഒരു സെർട്ടൈൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹാഫ്ലി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്ലി അല്ലെങ്കിൽ ഫുള്ളി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ നമ്മൾക്കായിട്ട് പീരീഡ് കഴിയുന്നവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് ടൈപ്സ്. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, കമ്പനിക്ക് വന്നിട്ട് ലോങ് ടേം ഡെപ്റ്റ് ആണ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആണ് പേ ചെയ്യുന്നത് ഡിബഞ്ചേഴ്സിന് വന്നിട്ട്. അതിൽ കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സിന് കുറവാണ്. ഓക്കെ, ഷെയർസിന് വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, കോസ്റ്റും കുറവാണ്. അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിന് വന്നിട്ട് വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് റിസ്ക്കും ഇല്ല. ദെൻ കമ്പനിക്ക് വന്നിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് ട്രേഡിംഗ് ഇക്വിറ്റിയാണ്. അതായത് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിബഞ്ചേഴ്സിന് വന്നിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഷെയറിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റെഡീമബിലിറ്റിയും ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് റിലേറ്റീവ്ലി ഈസിയാണ്, ഫണ്ട് റേസ് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആൻഡ് റെഗുലർ സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം കിട്ടും. പിന്നെ ജനറലി സെക്യൂർഡ് സോഴ്സസ് ആണ്. ഓക്കെ, ദെൻ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിംഗ് അപ്പിൽ വന്നിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് മുന്നിൽ തന്നെ റീപേ ചെയ്യും. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും നമ്മൾ, ദെൻ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ദെൻ ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ട് ഈ മോർഗേജസ് വന്നിട്ട് നമുക്ക് സെല് ചെയ്യാനും പറ്റും. പക്ഷെ ഇതെന്ന് പറയുന്ന സമയത്ത് ഒരു ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, മോർഗേജ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിൽ കമ്പനിക്ക് വന്നിട്ട് ലോസ് ഇൻകർ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഫിക്സഡ് റേറ്റ് ഓഫ് കൊടുക്കണം എന്നാണെങ്കിൽ, ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? സോ അതെന്ന് പറയുന്ന സമയത്ത് ഒരു പെർമനന്റ് ബേർഡൻ തന്നെയാണ്. ദെൻ ഡിബഞ്ചേഴ്സിന് വന്നിട്ട് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും, അതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാകും. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ
നമ്മൾക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലിക്വിഡേഷൻ രീതിയിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചേഴ്സിൽ നമ്മുടെ അസറ്റ്സിനെയൊക്കെ വെച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. ഓക്കെ, ദെൻ നമ്മളുടെ ഈ ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ഓഫ് ദ കമ്പനി വന്നിട്ട് കുറയും എന്നാണ് പറയുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് റേസിംഗ് ഫിനാൻസ് വരുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് ത്രൂ ആണെങ്കിൽ ഒരു ഹെവി സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾക്ക് അതിൽ വരുന്നുണ്ട് ഈ ഡിബഞ്ചേഴ്സിന്റെ കേസസിൽ. ഓക്കെ, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് വന്നിട്ട് വോട്ടിംഗ് റേറ്റ് ഇല്ല എന്നുള്ളത് അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വന്നിട്ട് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതെന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നും ക്ലെയിം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അവർക്ക് സർപ്ലസ് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും നമുക്കില്ല. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് വന്നിട്ട് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഡിബഞ്ചർ ആയിട്ടാണ് വരുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വരുന്ന സമയത്ത്. ഓക്കെ, ദെൻ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻഡിബഞ്ചർ ആണ്. ഇൻഡിബഞ്ചർ എന്ന് പറയുന്നത് ഡിബഞ്ചറിന്റെ ഒരു ട്രസ്റ്റ് ഡീഡിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ കമ്പനിയും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെയാണ് നമ്മൾ പറയുന്നത്. ഒക്കെ ഒരു ഡീഡായിട്ടാണ് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻഷുറർ ഓഫ് ദ ഫേംസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതായത് ഈ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെബി കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈൻസിലൂടെയാണ് ഇവർ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡറാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ആദ്യം വരുന്ന കൺവെൻഷണൽ സോഴ്സസിൽ വരുന്നത്. ലോങ് ടേം സോഴ്സസിൽ തന്നെ നമ്മൾ കൺവെൻഷണൽ സോഴ്സസും ഇന്നോവേറ്റീവ് സോഴ്സസും പറഞ്ഞു. അതിൽ കൺവെൻഷണൽ സോഴ്സസ് ആണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും വരുന്നത് ഈ കൺവെൻഷണൽ സോഴ്സസ് ആണ്. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് ഇന്നോവേറ്റീവ് സോഴ്സസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഈ ലീസ് ഫിനാൻസ് എന്ന് പറയുന്നത് ലീസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോൺട്രാക്ട് ആണ്. അതായത് ഒരു അസറ്റ്സിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു കോൺട്രാക്ട് ആണ്. ലെസ്സർ ആൻഡ് ലെസ്സി തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് ലീസിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ യൂസർ ഓഫ് ദ അസറ്റ്സ് വെയർ ബൈ ദ ഓണർ ഓഫ് ദ അസറ്റ്സ് ഗിവ് ഇൻ ടു ദ യൂസർ ഫോർ ദ കൺസിഡറേഷൻ. അതായത് ഇത് കൊടുക്കുന്നത് തന്നെ നമ്മൾ ലീസിംഗ് ചെയ്യുന്നത് തന്നെ ഒരു കൺസിഡറേഷന്റെ ബേസിസിലാവും ലീസിംഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓണറിനെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. യൂസ് ചെയ്യണ ആ പേഴ്സണിനെയാണ് നമ്മൾ ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഈ അസറ്റ്സ് ലെസ്സി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെർട്ടൻ കൺസിഡറേഷൻ ലെസ്സർക്ക് പേ ചെയ്തിട്ടാവണം ഈ ലീസിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ. ഓക്കെ, സോ ആ കൺസിഡറേഷനെ നമ്മൾ ലീസ് റെന്റൽ എന്നാണ് പറയുന്നത്. ലീസ് റെന്റൽ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് പേയ്മെന്റ് ആകും. അതേപോലെ തന്നെ അത് വന്നിട്ട് ലെസ്സി വന്നിട്ട് ഈ അസറ്റ്സ് യൂസ് ചെയ്യുന്ന സമയം വരെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഈ ലീസിംഗ് എന്ന് പറയുന്നത്. ദെൻ ലീസിംഗിന്റെ എലമെന്റ് ആണ് ഒന്ന് വന്നിട്ട് പാർട്ടീസ് ആണ്. പാർട്ടീസ് എന്ന് പറയുമ്പോൾ ലെസ്സറും ലെസ്സിയും ആണ്. ലെസ്സർ ഓണർ ആണ്, ലെസ്സി വന്നിട്ട് അസറ്റ്സ് യൂസ് ചെയ്യുന്ന പേഴ്സൺ ആണ്. ദെൻ അസറ്റ് ആണ്. അസറ്റ് അതായത് ഒരു ആ അസറ്റ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മെഷീനറി ആകാം, ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് അങ്ങനെ ആവാം, അല്ലെങ്കിൽ വീടോ അങ്ങനെ എന്തെങ്കിലും ആവും നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലീസ് പീരീഡ് ആണ്. ലീസ് പീരീഡ് എന്ന് പറയുന്നത് ഓരോ ലീസിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ലീസിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇയേഴ്സ് ആയിരിക്കും മിക്കവാറും ഈ ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസിഡറേഷൻ ആണ്. ഒരു കൺസിഡറേഷന്റെ അതായത് ഒരു പേയ്മെന്റിന്റെ ബേസിസിൽ തന്നെ ആവും ഒരു ലീസിംഗ് തന്നെ നടക്കുന്നത്. ദെൻ ഓണർഷിപ്പ് ആൻഡ് യൂസ്, അതായത് ലെസ്സിക്ക് വന്നിട്ട് ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമാണുള്ളത്. പക്ഷെ ഓണർഷിപ്പ് വന്നിട്ട് ട്രാൻസ്ഫർ ആവുന്നില്ല. ഓക്കെ, ഓണർഷിപ്പ് വന്നിട്ട് ലെസ്സറുടെ കയ്യിൽ തന്നെയാവും ഉണ്ടാവുന്നത്. ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് മാത്രമാണ് ലെസ്സിക്ക് കിട്ടുന്നത്. ദെൻ ഇതിന്റെ എക്സ്പയറി ഓഫ് ദ ലീസ് പീരീഡ് ആണ്. ഈ എക്സ്പയറി ലീസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ അങ്ങോട്ട് തന്നെ അവർക്ക് കൊടുക്കണം. ഓക്കെ, ഓണറുടെ കയ്യിലോട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അത് വന്നിട്ട് ഒന്നില്ലെങ്കിൽ പർച്ചേസ് ഓഫ് ദ അസറ്റ്സ് ആകാം, ഒന്നില്ലെങ്കിൽ നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അസറ്റ്സ് നമ്മൾ ഇത്ര ദിവസം യൂസ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കത് റിട്ടേൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ എഗെയിൻ റിന്യൂ ചെയ്തിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യണ പോലെയാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലീസിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്ന് വന്നിട്ട് ഈ ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം പറയുന്നത് ഫിനാൻസ് ലീസ് ആണ്. ഓക്കെ, ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ആണ്. അതേപോലെ തന്നെ ഈ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടാകും. അതേപോലെ തന്നെ രണ്ട് പാർട്ടീസ് ഉണ്ടാകും, ലെസർ ആൻഡ് ലെസ്സി. അതേപോലെ തന്നെ ഈ അസറ്റ്സ് ബോട്ട് ചെയ്യുന്നത് ലെസർ ആണ്, ലെസർ ഓണർ ആണ്, ലെസ്സിക്കാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അതായത് എന്റെ അസറ്റ്സ് നിങ്ങൾ മേടിച്ചോളൂ എന്നുള്ളതിന്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ലെസ്സി യൂസ് ചെയ്യണത് അവരുടെ അസറ്റിനെയാണ്. പിന്നെ വന്നിട്ട് ലെസ്സി വന്നിട്ട് ലീസ് റെന്റൽ വന്നിട്ട് ലെസ്സർക്ക് വന്നിട്ട് ഒരു പീരിയോഡിക് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ദെൻ നീഡ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ചില കമ്പനീസ് വന്നിട്ട് നമ്മളുടെ ഈ ഇൻവെസ്റ്റേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ നെസസിറ്റി ആയിട്ട്
ഇൻവെസ്റ്റിബിൾ ചെയ്യാൻ വേണ്ടി തന്നെ ചില ഫണ്ട്സ് കൊടുക്കും. ആ ഫണ്ട്സ് വെച്ചിട്ടായിരിക്കും ഈ ലീസിംഗ് നടത്തുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് കമ്പനീസ് വന്നിട്ട് മേജർ മാർക്കറ്റ് ഷെയർസ് വന്നിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലീസിംഗ് ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ ഓപ്പർച്യൂണിറ്റീസും ന്യൂ ടെക്നോളജീസ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പുതിയ പുതിയ ടെക്നോളജീസ് വരാനായിട്ടും ഒരു ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ബിസിനസ് എന്റർപ്രൈസസിന് വന്നിട്ട് അതിന്റെ എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂ ഓപ്പർച്യൂണിറ്റീസിനും അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ്സിന്റെ റിസോഴ്സസ് ഇതിനെല്ലാം വേണ്ടിയിട്ട് ലീസിംഗ് നമ്മുടെ ഫിനാൻസ് ലീസിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഫോംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീസിംഗ് ആണ്. ഒന്ന് വന്നിട്ട് ഫിനാൻഷ്യൽ ലീസ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്ന സമയത്ത് ഈ അസറ്റ്സ് വന്നിട്ട് നമ്മൾ ലീസ് ചെയ്തിരിക്കുന്നത് അതിന്റെ എക്കണോമിക് ലൈഫ് വരെയാണ്. അതായത് 10 കൊല്ലമാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുമ്പോൾ ആ 10 കൊല്ലം വരെ യൂസ് ചെയ്യുന്ന ഒരു അസറ്റിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ഡ്യൂറേഷൻ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. ഫിനാൻസ് ലീസ് ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ലീസിൽ വന്നിട്ട് ദ ലസ്സി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ്, റിപ്പയറിംഗ്, ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്. അതായത് എന്ത് പ്രശ്നം ആ അസറ്റിന് വന്നാലും അതെല്ലാം ഏറ്റെടുക്കുന്നത് ലസ്സി തന്നെയാകും. അതേപോലെ തന്നെ എന്തെങ്കിലും റിസ്കോ എന്തെങ്കിലും ലോസോ എന്ത് സംഭവിച്ചാലും അത് മൊത്തം എടുക്കുന്നതും ലസ്സി തന്നെയാകും. ചില സാഹചര്യങ്ങൾ ഈ ലസ്സി വന്നിട്ട് റിന്യൂ ചെയ്യുകയാണെങ്കിലും ഫർദർ പീരിയഡിന് വന്നിട്ട് നോമിനൽ റെന്റ് പേ ചെയ്തിട്ടാവണം റിന്യൂ ചെയ്യണത് തന്നെ. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ലീസിന്റെ ടൈപ്പ് ആണ്. ഒന്ന് വന്നിട്ട് ഡയറക്റ്റ് ലീസ് ആണ്. ഡയറക്റ്റ് ലീസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് രണ്ടാളും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അതായത് ലെസർ ലെസ്സിയും തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് നമ്മുടെ ഡയറക്റ്റ് ലീസ് എന്ന് പറയുന്നത്. ദെൻ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്നാണെങ്കിൽ അതായത് വന്നിട്ട് ആദ്യം ഫേം വന്നിട്ട് ഒരു അസറ്റ് സെല് ചെയ്യും മറ്റൊരു പാർട്ടിക്ക്, മാർക്കറ്റ് വാല്യൂവിൽ തന്നെയാകും. ഓക്കെ, ആ പാർട്ടി ലെസ്സർ ആകും. ഓക്കെ, പിന്നെ വന്നിട്ട് ലെസ്സി വന്നിട്ട് എഗെയിൻ വന്നിട്ട് അത് ഫേമിലോട്ട് ബൈബാക്ക് ചെയ്യും. അതിനെയാണ് ഈ സെൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഫേം കോൺട്രാക്ട് ടു മേക്ക് പീരിയോഡിക് ലീസ് പേയ്മെന്റ്. ദെൻ അവർ വന്നിട്ട് ആ ലെസ്സിക്ക് വന്നിട്ട് ഒരു പീരിയോഡിക് പേയ്മെന്റ്സ് കൊടുക്കുന്നതായിരിക്കും. ഈ ലെസ്സി വന്നിട്ട് അത് റീറ്റെയിൻ ചെയ്തും വെക്കുന്നതായിരിക്കും. അവർക്ക് വന്നിട്ട് ഈ അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റിംഗ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലിവറേജ്ഡ് ലീസാണ്. ലിവറേജ്ഡ് എന്ന് പറയുമ്പോൾ ഒരു അക്യൂർ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിവറേജ്ഡ് ലീസ് എന്ന് പറയുന്നത്. ഇതിൽ വന്നിട്ട് ലെസ്സർ വന്നിട്ട് റീപേ ചെയ്യാൻ പറ്റും. അതായത് ലോൺസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ അതിന് റീപേ ചെയ്യാനും പറ്റും ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട്. അതേപോലെ തന്നെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോൺ എന്നുള്ള ബേസിസിൽ വരുന്നത് തന്നെയാണിത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബാങ്കർ എന്നുള്ള ഒരു പാർട്ടി കൂടി നമുക്ക് വരുന്നുണ്ട്. ലെസ്സർ, ലസ്സി, ബാങ്കർ എന്നുള്ള 3 പാർട്ടീസാണ് നമുക്ക് ലിവറേജ്ഡ് ലീസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിനെ വന്നിട്ട് നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു പീരിയോഡിക്, ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് ലൈക്ക് 3 to 5 years ആയിരിക്കും ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലീസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഷോർട്ട് പീരിയഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ യൂസ്ഫുൾ ലൈഫ്സ് എന്ന് പറയുന്നത് അവരുടെ അസറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ലെസ്സിക്ക് വന്നിട്ട് റെന്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും തരുന്നുണ്ട്. പക്ഷെ അത് എക്സ്പയറി പീരീഡിൽ തന്നെ ആവണം. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതിൽ നമുക്കിത് ഒരു ഷോർട്ട് പീരീഡ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ക്യാൻസലബിൾ ചെയ്യാനും പറ്റും. പക്ഷെ നമുക്ക് ഫിനാൻഷ്യൽ ലീസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓപ്പറേറ്റിംഗ് ലീസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് നമുക്ക് അതായത് നമ്മുടെ അസറ്റിന്റെ എക്സ്പയറി പീരീഡ് ലൈഫ് ലോങ് പീരീഡ് ആണ്. പക്ഷെ ഇത് വന്നിട്ട് ഒരു 3 to 5 years അല്ലെങ്കിൽ എത്രത്തോളം പറയണം അത്ര ഒരു ഇതാണ്. ഇതിന് കിട്ടുന്നത് തന്നെ ഹൈ റെന്റൽ പേ ആണ് ഇതിന് കിട്ടുന്നത്. ഇതിനെ നമ്മൾ സർവീസ് ലീസ് എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വെറ്റ് ലീസും ഡ്രൈ ലീസ് എന്ന് 2 ലീസായിട്ട് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അതിൽ വെറ്റ് ലീസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിട്ട് അസറ്റിന്റെ കൂടെ തന്നെ ഒരു മിനിമം ഓപ്പറേറ്റിംഗ് സർവീസസ് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ്റനൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും സർവീസസ് വന്നിട്ട് ലെസ്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലെസ്സിക്ക്. ദെൻ ഈ ഡ്രൈ ലീസ് എന്ന് പറയുകയാണെങ്കിൽ ഡ്രൈ ലീസ് പറയുമ്പോൾ ഒരു എക്യുപ്മെന്റ് ലീസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ മെയിൻ്റനൻസ് സർവീസസ് എന്തെങ്കിലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ലെസ്സർ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ലീസിൽ എന്ത് കാര്യമാണെങ്കിലും അത് ഏറ്റെടുക്കുന്നത് ലെസ്സിയാകും. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ പ്രോബ്ലങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ റിസ്കോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വന്നിട്ട് ലെസ്സർ കൂടി ഏറ്റെടുക്കുന്നതായിരിക്കും. ഓക്കെ,
ദെൻ ഈ ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്, ഇത് ഷോർട്ട് ടേം ആണ്, ഇത് നോൺ ക്യാൻസലബിൾ ആണ്, ഇത് ക്യാൻസലബിൾ ആണ്. ദെൻ ലീസ് പീരീഡ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പീരീഡ്, അതായത് അസറ്റ്സിന്റെ ലൈഫ് പീരീഡ് വരെയുള്ളതാണ്. ഇത് വന്നിട്ട് നമ്മുടെ അസറ്റ്സിന്റെ ലൈഫ് പീരീഡിനെക്കാട്ടിലും കുറവാണ്. പിന്നെ വന്നിട്ട് റിപ്പയേഴ്സ്, മെയിൻ്റെനൻസ്, എല്ലാ കാര്യങ്ങളും, എല്ലാ ടാക്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ലെസ്സിയാണ്. ഇവിടെ വന്നിട്ട് ലെസ്സറാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അസറ്റ്സ് വന്നിട്ട് സെലക്ട് ചെയ്യുന്നത് ലെസ്സിയാണ്. ഫിനാൻഷ്യൽ ലീസിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസ്സിയാണ്. പക്ഷെ ഓപ്പറേറ്റിംഗ് ലീസിൽ ഈ അസറ്റ് സെലക്ട് ചെയ്യുന്നത് ലെസ്സറാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ആണ്, ലീസ് ഫിനാൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് വന്നിട്ട് ലീസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അക്വിസിഷൻ എക്യുപ്മെന്റ്സിനും പ്ലാന്റ് ആൻഡ് മെഷീനറി, അതേപോലെ തന്നെ വിത്തൗട്ട് ക്യാപിറ്റൽ ഔട്ട്ലേക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ലെസ്സർക്ക് വന്നിട്ട് ചില ഒബ്സലൻസസ് ഒക്കെ വരുന്ന സമയത്ത് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് വന്നിട്ട് ഒരു ചീപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റ്സ് പർച്ചേസിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഫിനാൻസിൽ വന്നിട്ട് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് ഡയല്യൂട്ട് ചെയ്യാനായിട്ടും പ്രൊമോട്ടേഴ്സിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്മോൾ ഫേംസിന് വന്നിട്ട് മെനി എക്യുപ്മെന്റ്സും, അതേപോലെ തന്നെ അവരുടെ എക്യുപ്മെന്റ്സ് പർച്ചേസസിനും, അതേപോലെ തന്നെ അവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് സെലക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഡാമേജിങ് ദ ഫിനാൻഷ്യൽ പ്ലാൻസ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ലീസ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഹൈലി ഫ്ലെക്സിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ലെസ്സിയുടെ ബേസിസിൽ ഡിസൈൻ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ ലീസിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ്സിന് വന്നിട്ട് ഒരു എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷൻസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലീസ് ഫിനാൻസിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസിൽ ഒന്ന് വന്നിട്ട് ഈ ഓണർഷിപ്പ്, അസറ്റ്സിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലെസ്സറുടെ കയ്യിൽ തന്നെയാകും. അത് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, യൂസ് ചെയ്യാനുള്ള അസറ്റ്സ് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് മാത്രമേ കിട്ടുന്നത്, അല്ലാതെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അത് പറയുന്നത് ഒരു ഡിമെറിറ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ ലോങ് ടേം ലീസ് വരുന്ന സമയത്ത് ജനറലി അതിന്റെ എക്സ്പെൻസീവ് കൂടുതലാണ്. സോ ഈ ലെസ്സി വന്നിട്ട് ഇതല്ലാതെ തന്നെ കുറെ മിസ്ലേനിയസ് എക്സ്പെൻസസും കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ലെസ്സി നെവർ ബിക്കം ദ ഓണർ ഓഫ് ദ അസറ്റ്സ്. അതായത് ലെസ്സി വന്നിട്ട് എത്രത്തോളം അസറ്റ് യൂസ് ചെയ്യുന്നു എന്നാണെങ്കിലും ഓണർഷിപ്പ് വന്നിട്ട് ലെസ്സിക്ക് കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റെസിഡൻഷ്യൽ വാല്യൂസ് എല്ലാം വന്നിട്ട് പോകുന്നത് ലെസ്സർക്ക് തന്നെയാകും. ഓക്കെ, ദെൻ ലെസ്സിക്ക് വന്നിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഒരു കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസോ വന്നിട്ട് ലീസ് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാണെങ്കിലും ലെസ്സർ ആയിരിക്കും ഈ ടെർമിനേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ പൊസിഷൻസും കാര്യങ്ങളെല്ലാം പോകുന്നത് ആ ലീസ്റ്റ് അസറ്റ്സിന്റെ മുകളിലായിരിക്കും. അത് എടുക്കുന്നതും ആ ലെസ്സർ തന്നെയാവും. ഓക്കെ, അതേപോലെ തന്നെ ഈ ലീസ്റ്റ് അസറ്റ്സിന് വന്നിട്ട് അസറ്റ്സിന്റെ അപ്പാർട്ട് വന്നിട്ട് നിൽക്കാൻ പറ്റില്ല ലെസ്സിക്ക്. ഓക്കെ, അണ്ടർസ്റ്റേറ്റഡ് ആസ് ദ റിസൾട്ട് ദ ഷെയർ ഹോൾഡർ ഓർ ദ ക്രെഡിറ്റേഴ്സ് എക്സെട്ര മേ അണ്ടർ വാല്യൂ ദ ബിസിനസ്. ഓക്കെ, അവരായിരിക്കും ഈ അണ്ടർ വാല്യൂ ചെയ്യുന്നത്, പക്ഷെ ലെസ്സിക്ക് വന്നിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ അതേപോലെ തന്നെ ഈ ലീസിംഗ് നമ്മൾക്കൊരു ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ്, അതേപോലെ തന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മിത്തായിട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ലീസിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേഴ്സൺ അത് യൂസ് ചെയ്യണു എന്ന് മാത്രമാണ്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഈ ലീസിംഗ് നമ്മൾക്ക് ഒരിതില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ലീസിംഗ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ മീൻസ് ഓഫ് ദ ഫിനാൻസിങ് കൂടിയാണ് ലെസ്സിക്ക്. പക്ഷെ ഇത് ബോറോ ചെയ്തെടുക്കുന്ന സമയത്ത് ലീസിങ്ങിലൂടെയാകും ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതൊരു ടെംപ്റ്റ് മാത്രമാണ്. ഓക്കെ, ലെസ്സിക്ക് എന്ന് പറയുന്ന സമയത്ത്. ഇത്രയാണ് ഈ ലീസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.